Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് റെസിപ്പി വെജിറ്റേറിയൻ അല്ല നോൺ വെജിറ്റേറിയൻ ആണ്. പക്ഷേ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്റ്റാർട്ടർ ആണ്. സ്റ്റാർട്ടർ ആണെങ്കിൽ സ്റ്റാർട്ടർ ആക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്രേവി ആയിട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ്റെ ഐറ്റമാണ് ചെയ്യാൻ പോകുന്നത്. ടിസോ ചിക്കൻ എന്ന് പറയും. ടിസോ ചിക്കൻ ബേസിക്കലി ഒരു ചൈനീസ് വിഭവമാണ്. ചൈനീസ് ആകുമ്പോഴത്തേക്കുണ്ടല്ലോ അതവർ ഏറ്റവും എളുപ്പത്തിലാണ് എല്ലാ കാര്യവും ചെയ്യുന്നത്. അവർക്ക് എന്നതാ ഒരു 4 സോസ് ഉണ്ടെങ്കിൽ എന്നെ കറി വേണേലും വെക്കും. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ കൂട്ടാതെ തന്നെ ഈ ചൈനീസിൻ്റെ ബേസിക്കലി റോ ഫുഡ്സാണ്. നമ്മളത് അത്ര ഒക്കിയല്ല. നമ്മൾ കേരളക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷേ കേരളക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് ഇച്ചിരി ഉപ്പും പുളി എരിവും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കഴിക്കാൻ ഒക്കിയല്ല. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ അതിനൊരു ഇച്ചിരി ഉപ്പും പുളി എരിവും ഒക്കെ കയറ്റിയേ വേണം നമുക്ക് ഈ ഇറച്ചിയായാലും മീനായാലും കഴിക്കാനേ. ഇല്ലെന്നുണ്ടെങ്കിൽ ആർക്കും പിടിക്കുകയില്ല. അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ഒക്കെ മുന്നേ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പറയും ഇതെന്നാ കറി അടിയെന്ന് ചോദിക്കേ. അതിലും ഭേദം വൃത്തിയായിട്ടുള്ളത് കൊടുക്കുന്ന നല്ല. പിന്നെ ഇത് അപ്പച്ചനും അമ്മച്ചിക്കോ കൊടുക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാകുന്നതിൽ കൊടുക്കുന്നതുകൊണ്ട് തരക്കേടൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഡിഷ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാച്ചിലർ ലൈഫിലുള്ള പിള്ളേർക്കോ അങ്ങനെ ഉള്ള ആൾക്കാർക്കൊക്കെ കഴിക്കുന്ന ഇത് ഏറ്റവും നല്ലത്. ഇതിന് വലിയ പ്രയാസമൊന്നുമുള്ള കാര്യമല്ല. ചൈനീസ് ഫുഡ്സ് ബേസിക്കലി ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണം എന്നറിയാവോ? ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു 4 സോസും ഒരു വിനീഗറും ഉണ്ടെങ്കിൽ എന്നാ വേണേലും ചെയ്യാം. പക്ഷേ ഇവിടെ ഞാൻ ചെയ്തേക്കുന്ന ഒരു സോസിനൊരു വ്യത്യാസമുണ്ട്. ആ സോസ് നമ്മൾ ഇച്ചിരി മേടിച്ചേ ഒക്കത്തുള്ളൂ. പക്ഷേ അത് കിട്ടിയില്ല എന്ന് വെച്ചോ, ചില സമയമൊക്കെ ഞാനായാലും ഈ പറഞ്ഞ കൂട്ട് കടയിൽ പോകുമ്പോഴത്തേക്ക് ആ സോസ് കിട്ടിയിരുന്നിരിക്കും. അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇച്ചിരി സോയാ സോസ് ഒഴിച്ചാൽ പക്ഷേ ചില്ലി ചിക്കൻ പോലെയൊക്കെ ആയി പോവും. അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഡിഫറൻസ് എന്തായാലും ഉണ്ട്. അപ്പോൾ എന്തായാലും കൺഫ്യൂഷൻ വേണ്ട. അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്നാക്കിയാന്നൊക്കെ ഞാൻ പറയാം. ഇത് ശരിക്കും ഞാൻ ബ്രസ്റ്റ് പീസാണ് എടുത്തേക്കുന്നത്. ഇത് ബോൺലെസ് അല്ലേ, അന്നേരം പിന്നെ ഈ ഒരു സ്റ്റാർട്ടറിന് ഇതാന്നല്ലേ. പിന്നെ വേണ്ടിയത് കുറച്ച് കോൺസ്റ്റാർച്ച്, കുറച്ച് കുരുമുളക് ചതച്ചത്, ഇച്ചിരി ഉപ്പ്, ഇത് കുറച്ച് വിനീഗറാണ്. പിന്നെ ഇതാ ഞാൻ പറഞ്ഞത്, ഇതാണ് ഹോയ്സൺ സോസ് എന്ന് പറയുന്നത്. പിന്നെ വേണ്ടിയത് കുറച്ച് ടൊമാറ്റോ സോസ്, കുറച്ച് പഞ്ചസാര, കുറച്ച് കോൺസ്റ്റാർച്ച് കലക്കിയതാണ്, പിന്നെ കുറച്ച് വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക, ഇച്ചിരി ഇഞ്ചി, പിന്നെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ്, അതായത് നമ്മുടെ വറ്റൽമുളക് ചതച്ചെടുത്തേക്കുന്ന, കുറച്ച് സോയാ സോസ്, പിന്നെ കുറച്ച് ഹോയ്സൺ സോസ്. ഇത്രയും സാധനമേ നമുക്ക് വേണ്ടുള്ളൂ. ഇനി എന്നാന്ന് വെച്ചാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ഇറച്ചി വറുക്കാനുണ്ട്. അന്നേരം നമ്മളൊരു ഇച്ചിരി എണ്ണ തൂക്കാനൊക്കെയല്ല, നല്ലതായിട്ട് എണ്ണ ഒഴിച്ച് നല്ല ഡീപ്പ് ഫ്രൈ ആക്കി ക്രിസ്പി ആക്കി എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇച്ചിരി നല്ലതായിട്ട് എണ്ണ വേണം. പിന്നെ ബാക്കി എണ്ണയിൽ ഒത്തിരി നമുക്കൊന്നും ചെയ്യാനൊക്കാത്തതുകൊണ്ട് തിരിച്ചത് മാറ്റി കുറച്ച് എണ്ണ ആക്കിയതിന് ശേഷം വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഒരു ഇച്ചിരി എണ്ണ ഒഴിക്കട്ടെ. എണ്ണ ഇച്ചിരി നല്ലതായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്ക് ആ കുറച്ച് ചേർക്കാനുള്ള സോസ് ഉണ്ടാക്കണം. സോസ് എന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ നമ്മൾ കാണിച്ചില്ലേ ആ സോസസ് എല്ലാം കൂടെ ചേർക്കാനുള്ളതാണ്. ഫസ്റ്റ് നമുക്ക് കുറച്ച് വിനീഗർ, പുളി ഒത്തിരി വേണ്ട. കാര്യം എന്നാണെന്നറിയാവോ, നമ്മുടെ സോയാ സോസിന് ഇച്ചിരി പുളി ഉള്ള കൂട്ടത്തില്ല, അതുകൊണ്ട് ഒരുപാട് അത് ഒഴിക്കണ്ട. പിന്നെ വേണ്ടിയത് കുറച്ച് സോയാ സോസ്, പിന്നെ വേണ്ടിയത് കുറച്ച് ഹോയ്സൺ സോസ്, ഇത് ടീസ്പൂൺ കണക്കാണ് ഞാൻ ഇടുന്നേ. പിന്നെ ഒരു ഇച്ചിരി പഞ്ചസാര, പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് കോൺസ്റ്റാർച്ച്. ഈ കോൺസ്റ്റാർച്ച് എന്നാത്തിനാന്ന് വെച്ചാൽ നമ്മുടെ സോസ് ഒന്ന് കട്ടി പിടിക്കാനാണ്. അതിന് വേണ്ടിയുള്ളത് ഒഴിച്ചേച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. പിന്നെ ഇത്രയും അളവിന് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോരാന്ന് തോന്നുവാന്നേൽ കുറച്ചുകൂടെ ഒന്ന് സോസ് എല്ലാം ഒന്ന് ചേർത്തേച്ചാൽ മതി. കൂടാനും പാടില്ല, ആ ടേസ്റ്റ് നോക്കണം എന്നേച്ച് ചേർത്താൽ മതിയേ. ഈ സോസ് ഇനി ഇവിടെ തന്നെ ഇരിക്കട്ടെ.
ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇറച്ചി ഉണ്ടല്ലോ, നമ്മുടെ കോൺഫ്ലവറിൽ മുക്കി വേണം ഇത് വറുത്തെടുക്കാൻ. കോൺഫ്ലവറിൽ മുക്കി വറുക്കുമ്പോഴത്തേക്ക് കുറച്ച് ക്രിസ്പിനെസ് കിട്ടും. കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടി എടുക്കാം. മൈദ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്രിസ്പിനെസ് കിട്ടുകയില്ല. മൈദയും അരിപ്പൊടിയും കൂടെ ഒരു 50-50 റേഷ്യോ അല്ല, അരിപ്പൊടി ഒരു ഇച്ചിരി കൂടുതൽ, അതായത് 3:1. അരിപ്പൊടി 3 സ്പൂൺ ആണെങ്കിൽ മൈദ ഒരു 2 സ്പൂൺ എടുത്തേച്ച് മിക്സ് ചെയ്തേച്ച് വറക്കുവാണെങ്കിൽ അത് ഇച്ചിരി ക്രിസ്പി ആയിട്ട് കിട്ടും. കോൺസ്റ്റാച്ച് തന്നെ വേണമെന്നില്ല, കോൺസ്റ്റാച്ചും മൈദയും കൂടെ മിക്സ് ചെയ്യാം, ഏതായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ കോൺസ്റ്റാച്ച് തന്നെ ഇപ്പോൾ ഇവിടെ ഞാൻ ഇട്ട് ഒന്ന് വറുത്തെടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് അതിന് മുന്നായിട്ട് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇറച്ചിക്കകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പും കുരുമുളകും കൂടെ ഒന്ന് പുരട്ടണം. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കുരുമുളക്, ഒന്നെങ്കിൽ ക്രഷ്ഡ് ആയാലും മതി, അല്ലെന്നുണ്ടെങ്കിൽ പൊടിയായാലും മതി, കുഴപ്പമില്ല, ഏതാണെന്ന് വെച്ചാൽ അത്. കുരുമുളക് ചിലർക്ക് ഇങ്ങനെ കടിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അതാണെങ്കിൽ അങ്ങനെ ക്രഷ്ഡ് എടുക്കുക. അതല്ല സോഫ്റ്റായിട്ട് മൈൽഡായിട്ട് പോയാൽ മതി എന്നുണ്ടെങ്കിൽ പൊടിച്ചതെടുത്ത് വെച്ചാൽ മതി. എന്നാന്ന് വെച്ചാൽ എണ്ണ ചൂടായി, ഇനി അതേ നേരം വെക്കാൻ ഒക്കെയല്ല. അതുകൊണ്ട് പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ചിക്കൻ അങ്ങ് വറുത്തെടുക്കാവേ. നമ്മുടെ കയ്യിൽ കുറച്ച് കോൺഫ്ലവറേ ഉള്ളെങ്കിൽ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ചിക്കനകത്തോട്ട് ഇട്ട് ഒന്ന് പുരട്ടി വെച്ചാൽ ഫുള്ളായിട്ട് അങ്ങോട്ട് വറുത്തയച്ചാൽ മതി. ഒരുപാട് കോൺഫ്ലവർ ഉണ്ടെങ്കിൽ ഓരോന്നായിട്ട് പുരട്ടി എടുത്തയച്ചാൽ മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ നോക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. പക്ഷേ എന്നാലും ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ മൊത്തമായിട്ടൊന്ന് പുരട്ടി വെച്ച് നമുക്ക് അങ്ങ് വറുത്തെടുക്കാം. ഇത് 2 ഓപ്ഷന് ഞാൻ പറഞ്ഞു തരുന്ന കേട്ടോ. ഇത് ഓൺ ഡേയിലേ നമുക്ക് ഒക്കത്തുള്ളൂ എന്നോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കോൺഫ്ലവർ അങ്ങോട്ട് തികഞ്ഞില്ലേ എന്നാ എടുക്കുമെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇതൊക്കെ വരുന്നതുകൊണ്ട് ഞാനുള്ളത് പറയുന്നതാണ്, അല്ലാതെ എൻ്റെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ. ഇതിന് നല്ല ഡാർക്ക് ബ്രൗൺ, അതായത് നമ്മുടെ കട്ട്ലേറ്റ് ഒക്കെ വറുത്തെടുക്കുമ്പോൾ ഉണ്ടാവുന്ന ബ്രൗൺ ആവണം. അതായത് ചിക്കൻ ഫ്രൈ ഒക്കെ വറുക്കുന്ന പോലെ ഒരുപാട് റെഡിഷ് ആവണ്ട, ഒരു കട്ട്ലേറ്റിൻ്റെ ഒക്കെ ബ്രൗൺ ആവുന്നിടം വരെ നല്ലതായിട്ടൊരു ഫ്രൈ വേണേ. എന്നാൽ ചിക്കൻ വേണമെന്ന് ചോദിച്ചാൽ ചിക്കൻ വേവുകയും വേണം. കാര്യം നമ്മുടെ സോസിനകത്ത് കിടന്ന് അധികം ഇത് വേവുകയില്ല. പിന്നെ ആണെങ്കിൽ ഇത് ഇച്ചിരി അടച്ചു വെച്ച് വേവിച്ചാലോ അല്ലെങ്കിൽ വറുത്തെടുത്താലും കുഴപ്പമില്ല. നമ്മൾ പച്ചയ്ക്ക് ഇട്ടേക്കുക, ഈ പറഞ്ഞ കൂട്ട് വെന്തേച്ചല്ല അതിനകത്തോട്ട് ചേർക്കുന്നത്. അന്നേരം പിന്നെ എന്നാന്ന് വെച്ചാൽ അതിനകത്തെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി നേരം എടുക്കുക. അതുകൊണ്ട് ക്ഷമയോടുകൂടി നല്ല ക്രിസ്പി ആയിട്ട് ബ്രൗൺ ആയിട്ട് വറുത്തെടുക്കണം. ത്തോട്ട് ഒരു ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി. 1 കിലോ ചിക്കൻ ആണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ 1.5 ടീസ്പൂൺ ഇഞ്ചിയും 1.5 ടീസ്പൂൺ വെളുത്തുള്ളിയാകും. പക്ഷേ ഇവിടെ ഇപ്പോൾ 1/2 kg ഉള്ളൂ. അന്നേരം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 3/4 ടീസ്പൂൺ വെളുത്തുള്ളിയും ഒരു 3/4 ടീസ്പൂൺ ഇഞ്ചി. ഇതൊരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ ഇതാണെങ്കിലും ഒന്ന് മൂക്കണം, അതിൻ്റെ ആ ഒരു എന്താ പറയുക റോ ടേസ്റ്റ് പോണേ. എണ്ണ കുറച്ച് മതിയാവും, ഒരുപാട് വേണ്ട. ഇച്ചിരി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ എന്നാൽ പക്ഷേ ആ വെളുത്തുള്ളി ഒരു വൈറ്റ് ആയിട്ട് അങ്ങനെ വേണം താനുവേ. പിന്നെ ആണെന്നില്ല ഇതിനകത്തോട്ട് എരിവ് കണക്കാക്കി കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ്. ചിലർക്ക് നല്ല എരിവ് ഇഷ്ടമാണ്, ചിലർക്ക് ഒരുപാട് എരിവ് ഇഷ്ടമല്ല. എന്നാൽ സെമി എരിവാണെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ ഇട്ടു. ഇച്ചിരി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ആ എന്നാ പറയുക വറ്റൽമുളകിൻ്റെ ഒരു ചുവയില്ലേ അത് ഇച്ചിരി ഒന്ന് മൂക്കണേ, അല്ലേ ആ പച്ചച്ചുവ അങ്ങനെ ഉണ്ടാവും. ഇനി ഇതിനകത്തോട്ടാന്നു നമ്മൾ നേരത്തെ ചേർത്ത് വെച്ച സോസ്. സോസ് ചേർത്തേച്ച് കുറച്ച് ഹൈ ഫ്ലെയിമേ ഇട്ടോട്ടോ. ഇതൊരു സ്പൈസി ആണ്, കുറച്ച് പുളി ഉണ്ടാവും, ഒരു ഇച്ചിരി മധുരം ഉണ്ടാവും, ഒരു നല്ലൊരു സ്റ്റാർട്ടർ ആട്ടോ.
നല്ലതായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചിക്കൻ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ഇടണം. നമ്മൾ കോൺസ്റ്റാർച്ച് ചേർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ചിക്കനിൽ എന്നാ പറയുക ആ സോസ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പിടിക്കുവേ. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ സെർവ് ചെയ്യാം വിത്ത് എന്നാ പറയുക സ്പ്രിംഗ് ഓണിയൻസ് ഒക്കെ ഇടുക, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ഇടാം, എന്നേലും ഒരു ഗ്രീൻ ഇതിനകത്ത് വന്നാൽ നല്ലതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷെ സോസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ആ ചിക്കനേൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് പിടിക്കണം. അതിനെന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് സമയം നമുക്കൊന്ന് അടച്ചിടണം. വെള്ളം ഒഴിച്ചേക്കരുത്. വെള്ളം ഒഴിച്ചാൽ അതൊന്ന് ഇച്ചിരി കുതിർന്നു പോവേ. ഇനിയിപ്പോൾ കുതിർന്നു പോയി അഥവാ ഇച്ചിരി ഒന്ന് സോഫ്റ്റ് ആയേച്ച് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ അപ്പച്ചനും അമ്മച്ചിമാർക്കൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട് ഇച്ചിരി വെള്ളം ഒഴിക്കാം. ഒരുപാടല്ല, ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ചാൽ ആ ആവി ഒന്ന് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ നല്ലതായിട്ടൊന്ന് സോഫ്റ്റ് ആവും. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റും. പക്ഷെ ചിലർക്കാണെങ്കിൽ ഭയങ്കര ക്രിസ്പി ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടം. ഇപ്പോൾ ക്രിസ്പി ആയിട്ട് കഴിക്കാനാണെങ്കിൽ ഈ ഒരു നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞില്ലേ അത്രയും മാത്രം എടുത്തേച്ചാൽ മതി. പക്ഷേ ഇത് നല്ലൊരു ടേസ്റ്റ് ആട്ടോ. കുറച്ച് എരിവ് ഉള്ളവർക്ക് എരിവ് കൂടി ഇട്ട് കഴിക്കുവാന്നേൽ നല്ല ടേസ്റ്റ്. ഇതും നല്ല ചൂട് ചായ നല്ലതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചൈനീസ് ടിസോ ചിക്കൻ എന്ന് പറയുന്ന ഒരു ചൈനീസ് ഫുഡാണ്. ഈ ചൈനീസ് ഫുഡ് ബേസിക്കലി ഈ പറഞ്ഞ പോലെ കുറച്ച് ഒരുപാട് സ്പൈസി അല്ല. എന്നാൽ സ്പൈസി ആക്കണം എന്നുണ്ടെങ്കിൽ സ്പൈസി ആക്കാം. പിന്നെ നമ്മൾ ഇന്ത്യൻസ് പ്രത്യേകിച്ച് കേരളക്കാർക്കല്ല, ഇന്ത്യൻസ് മൊത്തം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഒരു ചൈനയുടെ മിക്ക ഫുഡുകളും നമുക്ക് ഇഷ്ടമാണ്. എക്സ്പെക്ട് ചില കാര്യങ്ങളൊന്നും, അതായത് നമ്മുടെ അവിടുത്തെ റോ ഫുഡ് അങ്ങനെയൊന്നും നമുക്ക് ഇഷ്ടപ്പെടുകയില്ല. പക്ഷേ ഏത് റെസ്റ്റോറൻറ്റിൽ പോയി ആരാദ്യം ചോദിച്ചാലും ചൈനീസ് ഫ്രൈഡ് റൈസ്, ചൈനീസ് നൂഡിൽസ് എന്നൊക്കെ ആദ്യം നമ്മൾ പറയുന്നത്. ആ ഒരു ഇനത്തിൽ പെടുന്ന ഒരു ടേസ്റ്റി വിഭവമാട്ടോ ഇത്. ഇത് വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ, എളുപ്പമാണ്. ഈ പിന്നെ ഹോയിസൺ സോസ് എന്ന് പറയുന്ന ഒരു സോസ് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ എപ്പോഴും ഇല്ലാത്ത. അന്നേരം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ കെച്ചപ്പ് ഒഴിച്ചാൽ ഒക്കത്തില്ല. കെച്ചപ്പിന് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്, ഹോയിസൺ സോസിന് പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് ഇതിനകത്ത് എന്നൊക്കെ ചേർത്താൽ ഇത് ആവും എന്നുള്ളത് പറയാൻ പറ്റില്ല. ആ സോസ് തന്നെ മേടിച്ചേ പറ്റുള്ളൂ. കാര്യം ചൈനീസ് ഫുഡല്ലേ, നമുക്ക് ആ ടേസ്റ്റ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ചില സോസസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല, അത് തന്നെ ചേർത്തേ ഒക്കത്തുള്ളൂ. അപ്പോൾ ഇനി എന്നാ ചെയ്യേണ്ടേ? ഒന്നുമില്ല, ഇത് നല്ലതായിട്ടൊന്ന് ആവി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചൂടോടെ സെർവ് ചെയ്താൽ മതി. അത് റൈസിൻ്റെ കൂടെ ആണെങ്കിൽ കുറച്ച് ഗ്രേവി ആക്കണം. സ്റ്റാർട്ടർ ആണെങ്കിൽ ഇങ്ങനെ കൊടുക്കാം വിത്ത് ജ്യൂസസ്. അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തിയിലൂടെയോ എനി ടൈം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഏക ഒരു ഫുഡ് ഇതാട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയാണ്. ഇന്ന് ഞാൻ സ്റ്റാർട്ടർ ആക്കിയാണ് എടുത്തേക്കുന്നത്. ഇത് 2 ആപ്പിൾ ജ്യൂസാണ്. അത് കണ്ട് തെറ്റിദ്ധരിക്കരുതാരും. ഇതൊക്കെ എന്നാന്ന് വെച്ചാൽ സ്റ്റാർട്ടേഴ്സ് എപ്പോഴും ഈ പറഞ്ഞുകൊണ്ട് ഒരു ജ്യൂസോ ഒരു ഫിസി ഡ്രിങ്കോ എന്തെങ്കിലും കൊണ്ട് കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ സ്റ്റാർട്ടർ ആക്കിയ കാര്യം എന്നാന്ന് വെച്ചാൽ നമുക്ക് ഈ സത്യം പറഞ്ഞാൽ ഈ അടുക്കളയിലൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ വരാന്തയിലോ അല്ലെങ്കിൽ നമ്മുടെ ലിവിങ് റൂമിലൊക്കെ ഇരുന്ന് വർത്താനം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടേഴ്സാണ് നമുക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടം. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ തന്നെ സത്യം പറഞ്ഞാൽ നമ്മൾ അല്ലാത്ത ഡിഷസൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നാലും വർത്താനം പറയാൻ ഏറ്റവും കൂടുതൽ നല്ലതും സ്റ്റാർട്ടേഴ്സാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ മിക്കപ്പോഴും എല്ലാവരും ഇവിടെ വരുമ്പം എല്ലാവരും എന്നോട് പറയും ഒരു 5 മിനിറ്റ് മിണ്ടായിരുന്നാൽ ഞങ്ങൾ വല്ലതും കഴിക്കാമെന്നേ. പക്ഷേ എനിക്ക് മിണ്ടായിരിക്കാൻ വലിയ പ്രയാസമാണ്. അന്നേരം പിന്നെ ഇവരൊക്കെ ഇങ്ങനെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഇന്ന് നമ്മളിവിടെ വരാൻ പോകുന്നത് അമ്പിളി ദേവിയാണ്. അമ്പിളിയെ പറ്റി അമ്പിളിയുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ അമ്പിളി എന്ന് പറയുമ്പോൾ എനിക്ക് അമ്പിളിയുടെ ഫേസ് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു എന്നാ പറയുക, നമ്മുടെ വീട്ടിലെ ഒരു കുഞ്ഞനിയത്തി, ആ ഒരു ക്യൂട്ട്നെസ്, ആ ഒരു സന്തോഷം, ശരിക്കും എൻ്റെ ഒരു അനിയത്തിയെ കൂട്ട് തന്നെ എനിക്ക് എപ്പോഴും അതിനെ കാണുമ്പോൾ ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ സുന്ദരിക്കുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ശരിക്കും ഇല്ലേ, നമ്മുടെയൊക്കെ വീട്ടിലെ ഒരു കുഞ്ഞനിയത്തിയെ പോലെ ഭയങ്കര ഓമനത്വം തോന്നാറുണ്ട് എനിക്ക്. ഇല്ലേ, ഈ നോട്ടം തന്നെയൊക്കെ ഭയങ്കര കുറുമ്പ് ലുക്കാ. ഇല്ലേ, പാവട്ടോ. പറഞ്ഞ കുറുമ്പ് എന്നൊക്കെ പറഞ്ഞാലും അത്രയും കുറുമ്പുള്ളൊരു ഫേസ് ഉണ്ടെങ്കിൽ പോലും പക്ഷെ അങ്ങനെ ഒരു സ്വഭാവം ഇല്ല. പക്ഷെ ഭയങ്കര കുട്ടിത്തെന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയാ, അയ്യോടാ നമ്മൾ വിളിച്ചിങ്ങനെ അടുത്തൊക്കെ പോട്ട് മക്കളെ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, ഓക്കെ ഓക്കെ എന്ന് പറയും. അതെനിക്കറിയാം, ഈ കുട്ടിക്കൊരു കുട്ടിയുണ്ട്, അതും ഞങ്ങൾക്കറിയാം. പക്ഷെ ആ കുട്ടി ഇനി ഈ കുട്ടീനെ എങ്ങനെ കാണുമെന്നാണ് അറിയുന്നത്. അമ്മ എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ എങ്ങനെ അമ്മയോട് ബിഹേവ് ചെയ്യുന്നത്. ശരിക്കും ഞങ്ങൾക്കൊക്കെ അമ്പിളി ഇപ്പൊ ഒരു കുട്ടിയുടെ ഒരു അമ്മയാണെന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റില്ലടോ. ലൊക്കേഷനിലൊക്കെ എല്ലാവരും ചോദിക്കും നിങ്ങൾ രണ്ടും സമപ്രായക്കാരാണോ എന്ന് ചോദിക്കും. ഞങ്ങൾക്കും ഈ തെറ്റിദ്ധാരണ വരും. അല്ല ശരിക്കും മോള് കൊണ്ടുപോകാറുണ്ട് ലൊക്കേഷനിലൊക്കെ? എല്ലായിടും കൊണ്ടുപോകാറുണ്ട്. മോനല്ലേ? മോന് 4 വയസ്സ്. എന്നാ പേര് വെച്ചു? അമർനാഥ്.
അപ്പൂസ് എന്ന് വിളിക്കും. അപ്പൂസ്. ഓക്കെ, സ്കൂളിൽ പോയി തുടങ്ങിയോ? KG-യില്. ഓക്കെ. ഈ അമ്പിളി ശരിക്കും പഴയ ഒരു കലാതിലകമായിരുന്നു. ഭയങ്കര ഡാൻസ് പെർഫോമൻസ് മറ്റേ അതൊക്കെ ഒരുപാട് എനിക്കൊന്ന് ഒരു പക്ക ഒരു ശാലീന സുന്ദരി, അതായത് ഡാൻസ് പഠിച്ച് ഭയങ്കരമായിട്ട് ഒതുങ്ങി അച്ഛൻ്റെ അമ്മയുടെയും മോളായിട്ട് അങ്ങനെ വളർന്നൊരു കുട്ടിയാ അല്ലേ? ശരിക്കും മോളുടെ വീട് എവിടെയാ? എൻ്റെ വീട് കൊല്ലത്ത് ചവറ എന്ന് പറയും. കൊറ്റംകുളങ്ങര അമ്പലത്തിനടുത്താണ്. ഓക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ അമ്പലവാസിയൊക്കെ ആയിട്ട് ഇങ്ങനെ അല്ലെ, നമുക്ക് ചെറുതായിട്ട് ഒരു ആശേഷി എവിടെയോ വന്നു പോയതുപോലെ തോന്നുന്നു. ആശേഷി എന്ന് പറയുമ്പോൾ ആശാശരൻ, ആശേഷിയുടെ എവിടെയോ ഒരു കട്ടുണ്ട് അല്ലെ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരുപാട് പേര് ആശേഷിയുടെ ഒരു കുഞ്ഞ് അനീതി എന്നൊക്കെ പറഞ്ഞ് എല്ലാരും വിശ്വസിക്കും. ഉറപ്പാ പറഞ്ഞിട്ടില്ലേ? ഒരുപാട് പേര്. നമുക്ക് മാത്രം പറയുന്ന അല്ല, എല്ലാരും പറയുന്നുണ്ട് അല്ലെ? ഇപ്പം അമ്പിളിയെ കണ്ടപ്പോ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, പക്ഷെ അമ്പിളിയോട് ഒരുപാട് വിശേഷം ചോദിക്കാനുണ്ട്. പക്ഷെ ഒന്ന് ശരിക്കും നോക്കിയാ ഇല്ലേ, ആശിച്ചിട്ട് ഒരു നല്ലൊരു കട്ടുണ്ട് അല്ലേ? എന്നെ നോക്കണ്ട, അങ്ങോട്ട് നോക്ക്, എന്നാലല്ലേ നാട്ടുകാർക്ക് കാണാനൊക്കത്തുള്ളൂ ഇല്ലേ? ഇനി വേണമെങ്കിൽ അമ്പിളി ഒന്ന് പോസ്റ്റ് ചെയ്തൊക്കെ തരും, ഫോട്ടോ എടുക്കുന്ന ഞങ്ങൾക്കൊന്ന് കണ്ടാ മതി. എന്തായാലും സന്തോഷമുണ്ട് മോളെ, ഒരുപാട് വിശേഷം ചോദിക്കാം. കലാതിലകമൊക്കെ അല്ലേ, എനിക്ക് അതിനെ പറ്റി ഒരു വിവരമില്ല, പക്ഷെ എന്നാലും അതിന്റെ ഒരു കൗതുകവും ഒക്കെ ആയിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവും. നമുക്ക് അവിടെ ഇരിക്കാം പിന്നെ വരുമ്പോൾ. അമ്പിളി, ഇന്നൊരു പ്രശ്നം ഞാൻ പറയാം, അന്ന് വലിയൊരു പ്രശ്നമാണ്. ഈ അടുക്കളയിൽ വന്നാല് അമ്പിളി ഒതുങ്ങാൻ ഒക്കുകയില്ല. നമുക്കങ്ങ് ബഹളം വെച്ച് വർത്താനം പറയണോ, ഈ കലവിലെ വർത്താനം പറഞ്ഞില്ല പിന്നെ എന്നതാ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ചോദിക്കാൻ ഇല്ലേ ചേച്ചി ആന്ന് ചേച്ചി ഇങ്ങനെ ഇത് വേണ്ടോ, ഇവിടെ ഭയങ്കര ബഹളാണ് വേണ്ടേ, നമുക്ക് സംസാരിക്കാം. പിന്നെ എന്താ പിന്നെ അമ്പിളി ഏറ്റവും കൂടുതൽ വർത്താനം പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ഡാൻസിനെ കുറിച്ച് പറയുമ്പോഴായിരിക്കും കുറച്ചുകൂടെ വർത്താനം പറയുന്നത് അല്ലേ? അപ്പൊ ഈ കലാതിലകമായതും ഡാൻസ് പഠിച്ചതും എവിടെ പഠിച്ചതും എങ്ങനെ അതിലേക്ക് വന്നു അതെല്ലാം ഒന്ന് ഡീറ്റെയിൽ പറഞ്ഞു. ഞാൻ വളരെ കുഞ്ഞിലേ പഠിക്കാൻ തുടങ്ങി. എന്നുവെച്ചാൽ എൻ്റെ ചേച്ചിയാണ് ആദ്യം ഡാൻസ് പഠിച്ച് തുടങ്ങിയത്. അഞ്ജലി ദേവി എന്നാണ് പേര്. അപ്പോൾ ചേച്ചി പഠിപ്പിക്കാനായിട്ട് മാഷ് വന്നു. ഞങ്ങളുടെ അടുത്ത് തന്നെ ഉള്ള ഒരു ശാർങ്കർ എന്ന് പറഞ്ഞ മാഷായിരുന്നു. അപ്പം ഞങ്ങൾ തമ്മിൽ 4 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്നെ ഞാൻ പഠിക്കാറൊന്നും ആയില്ല, എനിക്ക് 2.5 വയസ്സോ അത്രയേ ഉള്ളൂ. അപ്പോൾ ചേച്ചിയെ വന്ന് പഠിപ്പിച്ചിട്ട് പോയി. അപ്പം മാഷ് പോയി കഴിയുമ്പോൾ ചേച്ചി മറക്കുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കുമായിരുന്നു. ഒന്ന് അവിടെ പോയിരുന്ന് കണ്ട് പഠിച്ചിട്ട് അങ്ങനെ അച്ഛനും അമ്മയും എനിക്കും പഠിക്കണമെന്ന് ചോദിച്ചു. അങ്ങനെ ആണ് ഡാൻസ് പഠിച്ച് തുടങ്ങിയത്. പിന്നെ നമ്മുടെ നാടറിയാമല്ലോ, അത്ര ഒരുപാട് ഡാൻസേഴ്സ് ഒന്നും ഇല്ല, ഇപ്പോൾ ഉണ്ട്, പക്ഷെ ആ സമയത്ത് അത്രയും ഗുരുക്കന്മാരൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടെ കുറേ ഓരോരുത്തരുടെ അടുത്തും മാറി പഠിച്ചു. പിന്നെ 7th പഠിക്കുമ്പോഴാണ് ഞാൻ ട്രിവാൻഡ്രത്ത് റിഗാറ്റയിലെ ഗിരിജ ടീച്ചറിൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ 7th തൊട്ട് മോള് ട്രിവാൻഡ്രത്താണോ പഠിച്ചേ? അല്ല, ഞാൻ വരും, വെക്കേഷന് വരും. വെക്കേഷൻ ഞാൻ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. അതുവരെയും എവിടെ പോയാലും അച്ഛനും അമ്മയും കൂടെ ഇല്ലാണ്ട് പോവില്ല. ആദ്യമായിട്ട് ടീച്ചറിൻ്റെ അടുത്താണ് മാറി നിൽക്കുന്നത്. വെക്കേഷന് അപ്പം ഇവിടെ നിൽക്കും. ആഴ്ചയിൽ 2 ദിവസം മാത്രം അങ്ങ് പോവും, വീട്ടിലേക്ക് പോവും, കൊല്ലത്ത് പോവും. അപ്പം ബാക്കിയുള്ള ദിവസം ഇവിടെ നിന്ന് പഠിക്കും. അപ്പൊ ഗിരിജേച്ചി ഇവിടെ ആ ഫെസിലിറ്റീസ് ഒക്കെ തരുമായിരുന്നു? ടീച്ചറിന്റെ വീട്ടിൽ തന്നെ ശരിക്കും ടീച്ചറിന്റെ ഒരു മോളെ പോലെ ടീച്ചർ പോകുന്നിടത്തൊക്കെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടല്ലോ, പട്ടത്ത്, വഴുതക്കാട്, വഞ്ചൂർ, എല്ലായിടവും ഇങ്ങനെ ഞങ്ങളൊരു 4-5 കുട്ടികൾ ആ സമയത്ത്. എനിക്ക് തോന്നുന്നു സീരിയലിലും സിനിമയിലുമായിട്ട് ഗിരിജ ചേച്ചി കുറെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ഒരുപാട് പേര്, ഇഷ്ടം പോലെ. അത് കഴിഞ്ഞിട്ട് ടീച്ചർ എങ്ങനെ കലോത്സവത്തിലൊക്കെ കൊണ്ടുപോവായിരുന്നു? പിന്നെ കലോത്സവം 10th വരെ, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് 10th സ്റ്റാൻഡേർഡ് വരെ പോവായിരുന്നു. അപ്പം 7th കഴിഞ്ഞ് 8th തൊട്ടാണ് ടീച്ചറിൻ്റെ അടുത്തുനിന്ന്, ആ സമയത്താണല്ലോ സ്റ്റേറ്റ് കലോത്സവമൊക്കെ വരുന്നത്. അപ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് നിന്നിട്ടാണ് സ്റ്റേറ്റിലെ കലാതിലകമൊക്കെ ആവുന്നത്. ശരിക്കും ടീച്ചറിൻ്റെ അടുത്ത് വന്നിട്ടാണ് നമുക്ക് ബേസ് ഒക്കെ കുറച്ചുകൂടെ, അതുവരെയും ഒരു കോമ്പറ്റീഷൻ പോലെയോ ഐറ്റംസ് ഒക്കെ മാത്രമായിട്ടൊക്കെ ആയിരുന്നു പഠിച്ചിരുന്നത്. ടീച്ചറിൻ്റെ അടുത്ത് വന്നിട്ടാണ് ഓരോന്നിനും, ഇപ്പോൾ ഭരതനാട്യമായാലും കുച്ചിപ്പുടി ആയാലും മോഹിനിയാട്ടമായാലും അതിൻ്റെതായ ചുവടുകളും കാര്യങ്ങൾ, അതെ അതെ അതെ, കുറെ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഉള്ളൊരു പഠനം ടീച്ചറിന്റെ അടുത്ത് വന്നു. ശരിക്കും ആ ചിട്ടവട്ടങ്ങളൊക്കെ പഠിച്ച് ഇന്നതുപോലെ ആവണം എന്നൊക്കെ മനസ്സിലാക്കിയത് ടീച്ചറിന്റെ അടുത്ത് വന്നേ. പിന്നെ ഓക്കെ, അത് കഴിഞ്ഞ് എപ്പോഴായി കലാതിലകം കിട്ടുന്നത്? ഞാൻ 2ാം ക്ലാസ് തൊട്ട് ചവറ സബ് ജില്ലാ കലാതിലകമായിരുന്നു. പിന്നെ 4 തവണ ജില്ലയിലായിട്ടുണ്ട്. 2001 ആണ് സ്റ്റേറ്റിൽ കലാതിലകാവുന്നത്, തൊടുപുഴയിൽ. ഓ അത് ശരി. ഓക്കെ, അപ്പൊ 1ാം ക്ലാസ് തൊട്ട് ഇങ്ങനെ ഒരുപാട് കിട്ടിയത്, ഗ്യാപ്പ് ഇല്ലായിരുന്നു? ഇല്ല, എല്ലാ വർഷവും കലാതിലകം കിട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു. ഓക്കെ, ഇപ്പം ശരിക്കും പറഞ്ഞാൽ റിയാലിറ്റി ഷോസ് ഒരുപാടുണ്ട് അല്ലേ?
അപ്പൊ ഡാൻസിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ മറ്റത് കലാതിലകമായാൽ മാത്രമേ നമുക്ക് സിനിമയിലേക്ക് ചാൻസ്, അങ്ങനെയൊന്നുമില്ലല്ലോ. ഇപ്പം ശരിക്കും ഒരുപാട് റിയാലിറ്റി ഷോയിലേക്ക് തന്നെ നമ്മള് ഫിലിമിലേക്ക് ചാൻസസ്, അല്ലെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ശരിക്കും മോൾ അതിനെ നല്ലൊരു ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നോക്കുവേ. മോളിപ്പോ കലാതിലകമായിട്ട് സിനിമയെ വന്നത് അല്ലെങ്കിൽ റിയാലിറ്റി, ആ ഒരു ഡിഫറൻസ് മനസ്സിലായില്ലേ ഞാൻ പണ്ട് എന്ന് വെച്ചാല് നമ്മുടെ ഒരു കഴിവ് പ്രകടിപ്പിക്കാനായി കലോത്സവങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേദി എന്ന് പറയാൻ. ഇപ്പം ചാനലിൽ ഒരുപാടായി. അപ്പം കുട്ടികളും എനിക്ക് തോന്നുന്നു ഭയങ്കര ഇപ്പം മോഡലിങ്ങിലായാലും ഒക്കെ ഒരുപാട് കുറെ ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. അവർക്ക് അങ്ങനെ ഒരു മൈൻഡ്. പക്ഷെ ഡാൻസ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ക്ലാസിക്കലാണ്. പക്ഷേ റിയാലിറ്റി ഷോയിലൊക്കെ കൂടുതലും സിനിമാറ്റിക്, അതുപോലെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, ഇപ്പം സ്കൂൾ നടത്തുന്നുണ്ട്. പലരും വന്ന് ചോദിക്കും സിനിമാറ്റിക് ഡാൻസ് ഉണ്ടോ, കൂടുതലും ആൾക്കാർ. നമ്മൾ സിനിമാറ്റിക് ഇല്ല, ക്ലാസിക്കലുള്ള. അയ്യോ നമുക്ക് സിനിമാറ്റിക് ആയിരുന്നു ഇഷ്ടം. അപ്പം സ്വാഭാവികമായിട്ടും കുറച്ചൊരു വിഷമം തോന്നും. സിനിമാറ്റിക് ഒക്കെ കളിച്ചോട്ടെ, എന്നാലും നമ്മുടെ ഒരു കല, അതെ എന്ന് പറയുമ്പോൾ അതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കുക. അതുപോലെ ഇപ്പം കോമ്പറ്റീഷൻ എല്ലാവരും ജസ്റ്റ് ഒരു ക്യാപ്സൂൾ പരുവത്തിൽ ഒരു വർണ്ണം പോയി പഠിച്ചിട്ട് ബേസ് എന്താ ചെയ്യുന്നത്, എന്താണ് വർണ്ണമാണോ ഒന്നും അറിയില്ല. ജസ്റ്റ് കോമ്പറ്റീഷന് വേണ്ടി മാത്രം പോയിട്ട് ഒരു എ ഗ്രേഡ് കിട്ടാൻ വേണ്ടി മാത്രം പഠിക്കണം, അല്ലാതെ ഡാൻസ് വേണം വെച്ചിട്ട് അങ്ങനെ എടുക്കുന്നതല്ല. ഒരുപാട് കൂടുതലും പിന്നെ വളരെ തപ്പിപ്പറക്കിയ വളരെ കുറച്ച് ഉണ്ടാവുമായിരിക്കാം. അപ്പൊ ഈ സിനിമാറ്റിക് ഡാൻസ് പഠിക്കണം പറഞ്ഞു വരുന്ന കുട്ടികളെ മോൾ എടുക്കാറുണ്ട്? എനിക്ക് ഞാൻ പഠിപ്പിക്കും, ഞാൻ ചെയ്യുന്നുമില്ല, എനിക്ക് പഠിപ്പിക്കാൻ അറിയില്ല. പിന്നെ ക്ലാസിക് മാത്രം. പിന്നെ മോൾ എങ്ങനെ സീരിയലിലേക്ക് വന്നേ? ചാൻസ് ടീച്ചറിന്റെ അടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം അപ്പം ചേച്ചി, ഞങ്ങൾ 4 വയസ്സ് ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പം ചേച്ചി 10th സ്റ്റേറ്റ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അന്ന് 6th. അപ്പം ചേച്ചിയുടെ പിന്നെ കോമ്പറ്റീഷൻ സമയത്ത് വീഡിയോ കവറേജ് ചെയ്തത് ഡയറക്ടർ സതീഷ് അനന്തപുരി, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസ് പലരും ചേർന്നിട്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞങ്ങൾ അന്ന് സി ഡി അല്ല, കാസറ്റാണ്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ട്രിവാൻഡ്രത്തായിരുന്നു വീട് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ എന്നെ ടീച്ചറിൻ്റെ അടുത്തുനിന്ന് അച്ഛൻ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഈ കാസറ്റ് വാങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് അദ്ദേഹം കണ്ടു. അപ്പം പുള്ളിക്കാരൻ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ദൂരദർശനിൽ താഴ്വാര പക്ഷികൾ എന്ന് പറഞ്ഞൊരു സീരിയൽ ചെയ്യുമായിരുന്നു. അപ്പോൾ 7ാം ക്ലാസ് വെക്കേഷനാണ്. അങ്ങനെ ഞങ്ങൾ ഇത് ഞങ്ങൾക്ക് അറിയില്ല ഡയറക്ടറുടെ വീടാണ്, ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഇതിന്റെ കോപ്പി അപ്പം അവിടെ അനൗൺസ് ചെയ്യില്ല, ഇന്ന അടുത്ത് സമീപിച്ചാൽ ഇതിന്റെ ഡാൻസിന്റെ കോപ്പി കിട്ടും, ഐറ്റത്തിന്റെ. അങ്ങനെ ചേച്ചിയുടെ ഇത് വാങ്ങാൻ പോയതാണ്. അങ്ങനെ ഞാനും അച്ഛനും കൂടി നടന്ന് ബസ് സ്റ്റാൻഡിലേക്ക് വരിക. അപ്പം പുറകെ ഈ അസിസ്റ്റന്റ് ഡയറക്ടർ വന്നിട്ട് ഇങ്ങനെ, സാറും ഉണ്ട് കാറിൽ, ഞങ്ങളിങ്ങനെ കുട്ടികൾക്ക് വേണ്ടി ഒരു സീരിയൽ ചെയ്യുന്നുണ്ട്, ചെയ്യാൻ താല്പര്യമുണ്ടോ? നമ്മൾ കുഴപ്പമില്ല, ചെയ്യുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ നമ്പർ കൊടുത്തു. പക്ഷെ വിളിക്കുമെന്നൊന്നും വിചാരിച്ചില്ല. പിന്നെ ഇഷ്ടം പോലെ പിള്ളേർ കിടക്കുമ്പോൾ എന്നെ അങ്ങന്ന് വിളിക്കാൻ പോവല്ലേ, അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. പക്ഷേ കുറച്ചൊരു 3-4 മാസം കഴിഞ്ഞ് കാണും. പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നാളെ ഇങ്ങനെ പൊന്മുടിയിൽ വെച്ചിട്ടാണ് ഷൂട്ട്, ഇത്ര ദിവസമുണ്ട് ഷൂട്ട്, കുറച്ച് ഡ്രസ്സായിട്ട് വരണം. ആദ്യം എന്നെ തന്നെ ആണോ വിളിച്ചത്, ഒരു കൺഫ്യൂഷൻ അല്ലേ, വിശ്വസിക്കാൻ പറ്റില്ല. അതെ. അപ്പോൾ പോയി ചെയ്തു. ആദ്യത്തെ ദിവസമൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. ക്യാമറ ഫേസ് ചെയ്തപ്പോഴത്തേക്കും വെച്ചാൽ ഈ മസിൽ പിടുത്തം അങ്ങോട്ട് പോകുന്നില്ല, വരുന്നില്ല ഒന്നും. ഫസ്റ്റ് എടുത്തത് ഓടി വരണം, ഓടി വന്നിട്ട് കൂടെ ഉള്ള പയ്യൻ കുഞ്ഞാപ്പൂ എന്ന് വിളിക്കും. അപ്പോൾ ഞാൻ കൂടെ ഓടി വരണം, എനിക്ക് ഓടാൻ പറ്റുന്നില്ല, ഞാൻ ഭയങ്കര മസിൽ പിടിച്ചിട്ട് ബലം പിടിച്ച് ഓടാൻ തുടങ്ങി. ഓക്കെ, പക്ഷേ എന്തോ ശരിയായി. പിന്നെ എന്നാലും ഇപ്പൊ കാണുമ്പോൾ രസമാണ്. ഞാൻ നടന്നു വരുന്നതൊക്കെ അന്ന് കാണുമ്പോൾ ഇങ്ങനെ അരമണ്ഡലത്തിലൊക്കെയാണ് നടന്നു വരുന്നത്. പേടിച്ചിട്ട് എന്താ ചെയ്യണമെന്ന് അറിയില്ല. ഡാൻസ് ഫുൾ ടൈം ഡാൻസ് ആണല്ലോ. അപ്പം രാത്രി അമ്മയൊക്കെ പറയുന്ന കേൾക്കാം, രാത്രി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഒന്ന് ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം മനസ്സിൽ ഫുള്ള് ഡാൻസ് ആണ് കിടക്കുന്നത്. അപ്പം നടന്നു വരുന്ന ഷോട്ടിൽ TV ടെലികാസ്റ്റ് ചെയ്തപ്പോഴാണ് ഞാൻ മാത്രം ഇങ്ങനെ അരമണ്ഡലം വെച്ചിട്ട്. ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കട്ടെ. ഇല്ല, ഇനി അത് കാണാൻ പിന്നെ നിൽക്കുമ്പോഴും ഒക്കെ നമ്മൾ ഡാൻസിന് കോൺഷ്യസ് ആണ് കുറച്ച്, അതാണ് പ്രശ്നം. അപ്പൊ അങ്ങനെ പിന്നെ കണ്ടിട്ടാണ് ഞാൻ തന്നെ അയ്യോ ഞാന് ഭയങ്കരമായിട്ട് അങ്ങനെ പിന്നെ ഞാൻ തന്നെ കൊറേയൊക്കെ നമ്മുടെ തെറ്റുകൾ തിരുത്തി അല്ലേ, കൊറേയൊക്കെ. പിന്നെ ഈ ഫിലിമില് അതിനൊക്കെ ശേഷം 10th പഠിക്കുമ്പോൾ സഹയാത്രയ്ക്ക് സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞൊരു ഫിലിം ചെയ്തു. അത് ചാക്കോച്ചൻ്റെ സിസ്റ്ററായിട്ട്. പക്ഷെ എനിക്ക് ഫിലിമിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും, വിനയൻ സാറിന്റെ. നല്ല പടാതെ മോക്ക് നല്ലൊരു ക്യാരക്ടറാണ് കിട്ടിയത്. ശരിക്കും വിനയൻ സാർ ക്യാരക്ടർ എങ്ങനെ പറഞ്ഞു തന്നെ മോക്ക്? എന്നെ വിളിക്കുന്ന തന്നെ, ഞാൻ ആ സമയം സ്ത്രീജന്മം എന്ന് പറഞ്ഞൊരു സീരിയൽ ചെയ്യാണ്.
അപ്പോൾ സാറിൻ്റെ വൈഫ് നീന ചേച്ചി ആ സീരിയൽ സ്ഥിരമായിട്ട് കാണുമായിരുന്നു എന്ന്. അപ്പോൾ അത് കണ്ടിട്ട് സാറിൻ്റെ അടുത്ത് നീന ചേച്ചിയാണ് എന്നെ സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ അനൂപേട്ടൻ സ്ത്രീജന്മത്തിലുണ്ട്. ആ സമയം അനൂപേട്ടൻ ഫിലിമിലൊക്കെ ആയി കാട്ടുചെമ്പൊക്കെ ചെയ്ത് നിൽക്കുന്ന സമയം. അങ്ങനെ അനൂപേട്ടൻ്റെ അടുത്ത് സാർ ഇങ്ങനെ എന്നെപ്പറ്റി ചോദിച്ചു. അങ്ങനെ അനൂപേട്ടനാണ് എന്നെ ഒരു ദിവസം വിളിച്ചിട്ട്, ഒരു ന്യൂ ഇയറിൻ്റെ അന്നാ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ വിനയൻ സാറിൻ്റെ നെക്സ്റ്റ് പ്രോജക്റ്റ് ഇങ്ങനെ ഒരു പോളിയോ വന്ന് കാല് തളർന്ന കുട്ടിയുടേതാണ്, അപ്പം പിന്നെ നീന ചേച്ചിയാണ് മോളെ സജസ്റ്റ് ചെയ്തത്, അപ്പോൾ ഒന്ന് എറണാകുളത്ത് പോകുമ്പോൾ സാറിനെ ഒന്ന് പോയി കാണും, കഥയൊക്കെ പറയും. അപ്പം ഈ പറഞ്ഞ കണക്ക് യാതൊരു പ്രതീക്ഷയില്ല. എന്നുവെച്ചാൽ സിനിമയാണ്, നമുക്ക് ഇപ്പം തലേന്ന് വരെ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ചിലപ്പോൾ നടക്കൂല്ലോ എന്ന് അറിയില്ല, ഈ ഫീൽഡ് അതാണ്. അപ്പം പക്ഷെ എൻ്റെ മനസ്സിലാവും പോളിയോ വന്ന് കാല തളർന്ന് വീൽ ചെയറിലൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരു ഇതിൽ ഞാനും അച്ഛനും അമ്മയും കൂടെ എറണാകുളത്ത് പോന്നു, സാറിൻ്റെ വീട്ടിൽ ചെന്നു. അങ്ങനെ കണ്ടു, കഥ ഫുള്ള് പറഞ്ഞു തന്നു. കഥ പറഞ്ഞപ്പോഴാണ് സംഭവം മനസ്സിലായി, വീൽ ചെയറും കാര്യങ്ങളും ഒന്നുമല്ല, നിരങ്ങണം. അപ്പോൾ ഇതെല്ലാം കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞു, ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു. എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, അപ്പം ഒരു മിനിറ്റ് ഞാനിങ്ങനെ ആലോചിച്ചിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയ മാതിരി എന്തോ ദൈവം തോന്നിപ്പിച്ചതായിരിക്കാം, അങ്ങനെ ചെയ്തു. ഇത് മതി, ഇങ്ങനെ മതി പറഞ്ഞിട്ട് അപ്പോൾ തന്നെ അകത്ത് പോയി അഡ്വാൻസ് ചെയ്തു. ശരിക്കും അത് എനിക്ക് തോന്നുന്നു മനസ്സിൽ ഭഗവാൻ ചോദിച്ചാൽ പോലും നമ്മള് ഈ പറഞ്ഞോട്ട് ഡാൻസ് തന്നെ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടില്ലേ മോളെ, എക്സ്പ്രഷൻ വൈസ് ആയാലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള. പിന്നെ മോളെ ഇതേപോലത്തെ നല്ലൊരു ക്യാരക്ടർ എപ്പോഴെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റാതെ പോയ ഏതെങ്കിലും ഒരു ക്യാരക്ടേഴ്സ് ഉണ്ടോ? ഏതെങ്കിലും ഒരു ബിസി ഷെഡ്യൂളിന്റെ ഇടയിലാണ് നമുക്ക് ഈ ക്യാരക്ടർ വന്നത്, യൂസ് ചെയ്യാൻ പറ്റിയില്ല, അത് ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ട്? എന്നെ ബാലേട്ടനിൽ വിളിച്ചു, ലാലേട്ടൻ്റെ സിസ്റ്ററായിട്ട്. അപ്പോൾ എനിക്ക് എക്സാം, അപ്പോൾ എനിക്ക് എക്സാം കളഞ്ഞിട്ട് പോയി ചെയ്യുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ അധികം താമസിയാണ്ട് എന്നെ ഹരിഹരൻ പിള്ള ഹാപ്പിയാണിൽ ലാലേട്ടൻ്റെ സിസ്റ്ററായിട്ട് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യണം, എനിക്ക് എന്തായാലും മറ്റേത് പക്ഷേ സങ്കടമില്ല. ലാലേട്ടൻ്റെ കൂടെ എന്ന് പറഞ്ഞപ്പം പറ്റാത്ത സാഹചര്യമായിരുന്നു എങ്കിൽ പോലും ഇത് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. അത് കോമ്പൻസേറ്റ് ചെയ്ത് പോയല്ലോ അല്ലേ. അപ്പോൾ ഒരു കാര്യം ഞാൻ ചോദിക്കാം, നമ്മളെല്ലാവരും ആക്ട്രസും ആക്ടർ ആയാലും ഏതൊരു മേഖലയായാലും ശരി, ഇപ്പൊ ഒരു ഫിലിം ഫീൽഡ് എന്നല്ല, ഏതൊരു മേഖലയായാലും നമ്മൾ ലക്കിനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അത് ശരിക്കും മോള് വിശ്വസിക്കുന്നില്ല? ഉണ്ട്. എനിക്ക് സ്റ്റേറ്റിൽ കലാതിലയം കിട്ടിയത് തൊട്ട് ഇതുവരെയുള്ള എൻ്റെ ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നുമല്ല. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ അമ്പിളി പ്രതീക്ഷിക്കുന്നത് ഒന്നും അമ്പിളി, അതായത് നമ്മളിപ്പോ ഞാൻ പ്രതീക്ഷയില്ല എന്ന് പറയുന്ന സാധനം അമ്പിളിക്ക് എല്ലാം കിട്ടും. നല്ലതായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന സാധനം കിട്ടുകയില്ല ചിലപ്പോ. ആണ്, സത്യമാണ്. കലാതിലയം കിട്ടുന്നതും എനിക്ക് ഒരെണ്ണത്തിനെങ്കിലും എനിക്ക് ആ സമയം തീരെ വയ്യ. ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് പ്രാക്ടീസിന് വന്നിട്ട് എനിക്ക് ഒട്ടും ചെയ്യാൻ പറ്റണില്ല. അപ്പം എന്നിട്ട് അവിടുത്തെ ഗോപൻ ചേട്ടൻ ടീച്ചറിൻ്റെ ബ്രദർ ആണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം തൊണ്ടൊക്കെ പഴുത്തിട്ട് ഭയങ്കര ടെമ്പറേച്ചർ. അങ്ങനെ ടീച്ചർ അച്ഛനെ വിളിച്ചിട്ടൊന്നും ഇവിടെ നിന്നിട്ട് കാര്യമില്ല, കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. പ്രാക്ടീസേ ചെയ്തിട്ടില്ല. അപ്പം മത്സരത്തിൻ്റെ ഇതായി. അപ്പോൾ എങ്ങനെ പോകും? ഇപ്പം ഞങ്ങൾ അമ്മയൊക്കെ പോകാൻ എന്തായാലും നമുക്ക് പോയി നോക്കാം, അവർക്ക് പറ്റുമെങ്കിൽ ചെയ്യട്ടെ. അങ്ങനെ ഞാനിങ്ങനെ മടിയിൽ കിടന്ന് എനിക്ക് എഴുന്നേൽക്കാൻ പറ്റത്തില്ല. എഴുന്നേൽക്കുമ്പോൾ ആരോ പിടിച്ചിങ്ങനെ തലയിൽ വലിക്കണം മാതിരി, അത്ര തീരെ വയ്യ. അങ്ങനെ അവിടെ പോയി ഫസ്റ്റ് ഡേ മോഹിനിയാട്ടം. അതിൻ്റെ പ്രീവിയസ് ഇയർ ആണെങ്കിൽ 9th എനിക്ക് മോഹിനിയാട്ടം ഫസ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ എല്ലാവരും ഒരു എക്സ്പെക്റ്റേഷൻ മോഹിനിയാട്ടം കിട്ടുമായിരിക്കും. അപ്പോൾ എൻ്റെ മനസ്സിലും മോഹിനിയാട്ടത്തിനോടാണ് കോൺഫിഡൻസ്. പക്ഷെ മോഹിനിയാട്ടം ചെയ്തു, ഫസ്റ്റില്ല, സെക്കൻഡില്ല, തേർഡില്ല, A ഗ്രേഡ് മാത്രം. അപ്പോൾ തന്നെ ഇനി ബാക്കിയെല്ലാം ഇനി എന്തായി, പ്രാക്ടീസ് ചെയ്തിട്ടില്ല, പ്രതീക്ഷിച്ചതിനൊന്നും ഇല്ല താൻ. അതെ. പിന്നെ സെക്കൻഡ് ഡേ ഭരതനാട്യം ഈ പറഞ്ഞ മാതിരി പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടില്ലല്ലോ. ഉച്ചയ്ക്ക് ആണ് ഗേൾസിൻ്റെ തുടങ്ങുന്നത്. അപ്പോൾ രാവിലെയാണ് ടീച്ചർ പ്രാക്ടീസ് വെച്ചത്. അപ്പോൾ രാവിലെ പ്രാക്ടീസ് ചെയ്ത് ഭരതനാട്യം പോയി ചെയ്തു. അപ്പോൾ പ്രതീക്ഷയൊന്നുമില്ല, റിസൾട്ട് ഒക്കെ നല്ല കൂളായിട്ടുണ്ട്. ഫസ്റ്റ് എൻ്റെ ചെസ്റ്റ് നമ്പർ. അപ്പം ഞാൻ ഒരു പ്രതീക്ഷ ഇല്ലാതെ പോയി നിന്ന സാധനം. അപ്പം അത് ഫസ്റ്റ് കിട്ടി. അപ്പോൾ അത് ഫസ്റ്റ് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ടീച്ചർ പറഞ്ഞു, ടീച്ചർ ഭയങ്കര പരീക്ഷണങ്ങളുടെ ആളാണ് കേട്ടോ. ഒരുപാട് പരീക്ഷണങ്ങൾ എൻ്റെ അടുത്ത് നടത്തിയിട്ടുമുണ്ട്. പക്ഷെ അതിലൊക്കെ ആ പരീക്ഷണങ്ങളൊക്കെ വിജയിച്ചിട്ടുണ്ട്. ഈ 9th എനിക്ക് ഫസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞ മോഹിനിയാട്ടത്തിനായാലും എല്ലാം ഒരു വർണ്ണമെല്ലാം സെറ്റ് ചെയ്തു, ചെസ് നമ്പറൊക്കെ എടുത്തു. അപ്പോൾ എൻ്റെ തൊട്ട് മുന്നിലത്തെ ചെസ് നമ്പർ കുട്ടി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുക. പകുതി കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ടീച്ചർ വിളിച്ചിട്ട് പാടുന്ന രാമചേട്ടൻ, മൃദംഗിസ്റ്റ് എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ചരണത്തിലൊരു കോർവയും കൂടി സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു കോർവേ കോമ്പറ്റീഷൻ കയറാൻ പോവാണ്. അപ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ ഇങ്ങനെ ഇരിക്കുക, ഇത് ലൈവല്ലോ,
ഒന്നും എന്തെങ്കിലും പറ്റിപ്പോ ആരെങ്കിലും ഒരാൾ തെറ്റിച്ചാ പോരെ. പക്ഷെ പരീക്ഷണം വിജയിച്ചു, ആർക്കും ഒന്നും തെറ്റിയില്ല, ഫസ്റ്റ് കിട്ടി. കുട്ടികളുടെ അടുത്ത് പറയില്ലേ ടീച്ചർ എന്താണ് ഇങ്ങനെ ചെയ്യാൻ പോവാണെന്നുള്ളത്? എൻ്റെ അടുത്തും പറഞ്ഞിട്ടാണ് സെറ്റ് ചെയ്തത്, സ്റ്റെപ്സ് ഒക്കെ ഇട്ട് തന്നത്. പിന്നെ നെക്സ്റ്റ് ഇയർ ആണ് ഈ 10th കുച്ചിപ്പുടി വന്നപ്പോൾ ടീച്ചർ പറഞ്ഞു നമുക്ക് എന്തായാലും ഭരതനാട്യം ഫസ്റ്റ് കിട്ടിയല്ലോ, അപ്പം നമ്മൾ ഇനി എന്താ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമുക്കൊന്നുമില്ല, ഒരെണ്ണം നമുക്ക് എന്തായാലും ഫസ്റ്റ് കിട്ടി, നമുക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ജില്ലയിൽ ഞാൻ ചെയ്തത് കുച്ചിപ്പുടി തരംഗമാണ്. നമുക്കിപ്പോൾ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് കുച്ചിപ്പുടി എന്ന് പറഞ്ഞാൽ പ്ലേറ്റും കുടവും വെച്ച് ചെയ്യുന്നതാണ്. നമുക്കത് വേണ്ട, പ്ലേറ്റും കുടവൊന്നും വേണ്ട, നമുക്കൊരു കീർത്തനം അങ്ങ് ചെയ്യാം, സ്വാഗതം കൃഷ്ണ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ടീച്ചർ രാവിലെ ഇതൊക്കെ ജതിയൊക്കെ എൻ്റെ ഇടയിലിട്ട് 10 minutes കഥയാക്കി സെറ്റ് ചെയ്തു. ഉച്ചയ്ക്കാണ് കോമ്പറ്റീഷൻ. അപ്പോൾ ഇതുപോലെ അച്ഛൻ കാണാൻ പോയിട്ടില്ല, അമ്മ ഫ്രണ്ടിൽ പോയിട്ടില്ല, അച്ഛൻ ബാക്കിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം തെറ്റാതെ ചെയ്യാൻ പറ്റണേ, തെറ്റാതെ ചെയ്യാൻ പറ്റും. ദൈവത്തിൻ്റെ അനുഗ്രഹം, അതാ ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിരിക്കാം. ഒന്നും തെറ്റിയില്ല, അതിനും ഫസ്റ്റ് കിട്ടി. ഭയങ്കര ജഡ്ജസും ഓഡിയൻസും ഒക്കെ ഭയങ്കര ഒരു അപ്രീസിയേഷൻ തന്നു. എന്നുവെച്ചാൽ ഇതുവരെ അങ്ങനെ ആരും കോമ്പറ്റീഷന് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നും ഇപ്പോഴും പല ആൾക്കാരും ഞാൻ അന്നിട്ട് ആ ഡ്രസ്സിൻ്റെ കളറ് വരെ ഓർത്ത് പറയാറുണ്ട്, അന്ന് മോള കളിച്ച സ്വാഗതം കൃഷ്ണയിലിട്ടിരുന്ന ഇന്ന ഡ്രസ്സല്ലേ. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അത് നോട്ട് ചെയ്യുന്നു. അങ്ങനെ കുച്ചിപ്പുടി അത് ഫസ്റ്റ്. പിന്നെ വന്നത് കേരള നടനം. കേരള നടനം അതും എനിക്ക് ഫസ്റ്റ് കിട്ടും എന്നൊന്നും അങ്ങനെയൊന്നുമില്ല, അത് ഫസ്റ്റ് കിട്ടി. പിന്നെ മോണാക്ട് വന്നു, അതും ഈ പറഞ്ഞ മാതിരി ഫസ്റ്റ് കിട്ടിയിട്ടാണ് കലാതിലകം ആവുന്നത്. അതാ ഞാനന്നേരം ഒന്ന് മതി, ഒരെണ്ണമെങ്കിലും കിട്ടണേ എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചു പോയി. എനിക്ക് ദൈവം കലാതിലകമായി. പിന്നെ മോളെ ഇപ്പം ഒരു മോളിപ്പോ കുറെ നാൾ അഭിനയിച്ചു, അതിനുശേഷം ഒരു ഗ്യാപ്പിന് ശേഷമാണ് പിന്നെയും വന്നത്. അപ്പൊ ഈ ഒരു ഗ്യാപ്പ് ഡിഫറൻസ് നല്ലോണം ഉണ്ട്. പോയപ്പോ ഉണ്ടായിരുന്ന ഫീൽഡ് അല്ല, ഇപ്പം തിരിച്ചു വന്നപ്പോ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇതിനെ എങ്ങനെ മോള് കോപ്പപ്പ് ചെയ്തേ? എന്തോ എല്ലാം നല്ല രീതിയിൽ തന്നെ വന്നു, ആൾക്കാരൊന്നും മറന്നിട്ടില്ലായിരുന്നു, അതൊരു ചേച്ചി ആദ്യം പറഞ്ഞ കണക്ക് നമ്മുടെ വീട്ടിലെ ഒരു കുട്ടി എല്ലാരും അയ്യോ ഇവിടെ എത്ര നാള് വരാണ്ടിരുന്നത് എന്താണ് എന്നുള്ള ഒരു വിഷമം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ എല്ലാവരും ഭയങ്കര ഇപ്പോഴും കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, പഴയ പോലെയാണ്, പഴയ പോലെ തന്നെയാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം. ഇനിയിപ്പോ ഇതിനകത്ത് എനിക്ക് ഒരു രഹസ്യം മനസ്സിലാക്കാനുണ്ട്. പഴയ അമ്പിളി ഇപ്പൊ ഞാൻ കാണുമ്പോഴും അതേപോലെ തന്നെ ഇരിപ്പുണ്ട്, ഒരു വ്യത്യാസമല്ല. എങ്ങനെയാണ് സൗന്ദര്യം സൂക്ഷിക്കുന്നത്? അയ്യോന്നാ ഇതാണോ സൂക്ഷിക്കുന്നതിന്റെ അർത്ഥം? അറിയില്ല. ഡാൻസ് ചെയ്യുന്ന, പക്ഷെ എന്നാ ഫുൾ ടൈം ഇപ്പം കുഞ്ഞും കൂടെ ഒക്കെ ആയതുകൊണ്ട് അവന്റെ കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ബാക്കി സമയത്ത് ഡാൻസ് അഭിനയൊക്കെ നോക്കിയിട്ട് മതി. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഫുൾ ടൈം ഡാൻസ് ചെയ്യുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ദൈവം പറഞ്ഞ സഹായിച്ചു, അങ്ങനെ ചിലപ്പം പാരമ്പര്യമായിരിക്കാം. ആഹാരമൊക്കെ ഭയങ്കരമായിട്ട് നോക്കിയും കണ്ടൊക്കെ കഴിക്കാറുണ്ട്, എന്നുവെച്ചാൽ അങ്ങ് ഒരുപാട് കഴിക്കാറില്ല. ഇനി ഒരു കുശുമ്പ് ചോദ്യം ചോദിക്കട്ടെ, താനാണോ ചേച്ചിയാണോ സുന്ദരി? താനാന്ന് പറയരുത്, സത്യം പറയണോ? ചേച്ചി കേൾക്കുന്നാന്നോ? ഞാൻ ആലോചിച്ചത് ഉത്തരം പറയുമെന്നാണ്. ആരോടോ ഭംഗി? ചേച്ചി ഇപ്പൊ ഡാൻസ് ഒന്നുമില്ല, ചേച്ചി സെറ്റിലായി? ഇല്ല, ചേച്ചി ഡാൻസ് ഇടയ്ക്ക് ടീച്ചറിന്റെ അടുത്ത് ഒന്ന് പഠിച്ചിരുന്നു. അത് ചേച്ചി ഡാൻസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്, BA മ്യൂസിക് ആയിരുന്നു ചേച്ചി എടുത്തത്. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ഡാൻസിലൊക്കെ വന്നു. പിന്നെ ഫിലിം ഒന്നും താല്പര്യമില്ല? ഇല്ല. ഇപ്പൊ മോളിപ്പോ അഭിനയിക്കാനൊക്കെ പോകുമ്പോ മോൻ എന്നാ എടുക്കും? മോനെ കൊണ്ടുപോകും ഞാൻ, സെറ്റിലൊക്കെ വരും. അപ്പൊ അവൻ അഭിനയിക്കുന്നൊക്കെ അവൻ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഞങ്ങള് പോകുന്നത് ഞാന്, അച്ഛൻ, അമ്മ, അപ്പൂസ്, ഞങ്ങള് 4 പേരും ആണ്. അങ്ങനെയാണ് യാത്ര. ഇപ്പൊ മോള് ചെയ്യുന്ന ഒരു സീരിയൽ വർക്ക് അല്ലേ ചെയ്യുന്നത്? ഫിലിമിൽ ഏതാ ചെയ്യുന്നത്? ഫിലിം ഇല്ല, ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല, ആയിട്ടില്ല. കാര്യം ഇത്രയും നല്ലൊരു കഴിവുള്ള കുട്ടിക്ക് പിന്നെ എത്ര നല്ല ക്യാരക്ടേഴ്സ് ആണോ താൻ ചെയ്തേക്കുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോ റിയൽ ഒരു ആർട്ടിസ്റ്റ് എനിക്ക് ഉള്ളിന്റെ ഉള്ളിലുണ്ട്. പക്ഷെ അത് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല. അതല്ലേ ഏറ്റവും വലിയ പ്രയാസം അല്ലേ? ദൈവം കൊണ്ടുവരട്ടെ, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഒരുപാട് ബ്രൈറ്റ് ഫ്യൂച്ചേഴ്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്റെ ഫുഡ് തന്നില്ല, തരട്ടെ? ഓ പാചകം ചെയ്യുള്ളൂ പതുക്കെ, ഞാൻ പതുക്കെ. ഇത് എപ്പോഴും ഉള്ളൊരു പ്രശ്നം, എന്നാ ചെയ്യാൻ? ഇനി ഇത് നന്നാവുകയല്ല, ഞാൻ എന്നാ എടുക്കാനാ?
എന്നാ പറയാ, ഡാൻസ് അറിയാവുന്നതുകൊണ്ട് പിന്നെ കറക്റ്റ് ആയിട്ട് എനിക്ക് ഭാഷ മനസ്സിലായി. എല്ലാവർക്കും മനസ്സിലായി കാണും. എന്നെ ഞാൻ കഴിച്ചിട്ട് വർത്താനം പറഞ്ഞാൽ മതി എന്നാണ് എന്നോട് പറഞ്ഞത്. ഓ, എല്ലാവരുടെയും ചീത്ത മേടിച്ച് പിടിക്കുന്നുള്ളവരെ ഉറപ്പാ. അപ്പൊ അത് ഞാൻ ഒന്നും മിണ്ടുന്നില്ല. മോൻ എന്നാ ഭക്ഷണം ഇഷ്ടം? ചിക്കനും ഫിഷ്, പുളിശ്ശേരിയും ഫിഷും. അത് അമ്മ കൊടുത്തു പഠിപ്പിച്ചാന്ന്? നല്ല ഇഷ്ടം അതാ. ചിക്കൻ ഒന്നും കഴിക്കുവല്ല. നമ്മള് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഇഷ്ടം പോലെ? ഒരുപാടില്ല, കുറച്ച്. എവിടെ എബ്രോഡ് ഒക്കെ പോയിട്ടുണ്ട്? ഞാൻ ജർമ്മനി, ലണ്ടൻ, ഗൾഫ്. എവിടെയും പോയിട്ടില്ല. പക്ഷെ ലണ്ടൻ, ജർമ്മനി, പിന്നെ എവിടെ പറഞ്ഞ? ഗൾഫ് രാജ്യങ്ങളെല്ലാം പോയി. ഗൾഫ് രാജ്യങ്ങളെല്ലാം പോയി. ഇവിടെ പോയിട്ടില്ല. ഇവിടെ അടുത്ത് അപ്പുറത്തെ കവലെ പോകുന്ന പോലെയാ പറഞ്ഞേക്കുന്നത്. പിന്നെ മോളെ ഒരുപാട് എബ്രോഡ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല നല്ല ഇൻസിഡൻസ് അല്ലെങ്കിൽ മെമ്മറീസ് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു പ്രാവശ്യം ഓണത്തിനാണ് ഫസ്റ്റ് ഞാൻ കേരളം വിട്ടു പോവാണേ. കേരളമല്ല, ഇന്ത്യ വിട്ടു പോകണം. അപ്പം ഈ ജർമ്മനിയിൽ ഞാൻ കലാതിലകം കിട്ടിയ സമയത്ത് അന്ന് കലാതിലകത്തിനും പ്രതിഭയ്ക്കും ഒരു ഓഫർ ഉണ്ടായിരുന്നു. ആ വർഷത്തെ വേൾഡ് മലയാളി കോൺഫറൻസ് ജർമ്മനിയിൽ വെച്ചാണ്. അതിൽ പങ്കെടുക്കാനുള്ള അവസരം. അപ്പം പ്രതിഭ ഉണ്ടായിരുന്നില്ല, തിലകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ അച്ഛനും ആയിട്ടാണ് പോകുന്നത് ഓണ സമയം. അപ്പോൾ അവിടെ ജർമ്മൻ ഫുഡ് മാത്രമേ കിട്ടൂ. അയ്യോ എൻ്റെ ദൈവമേ, ചിക്കനൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് വെജിറ്റബിൾസ് ആണേ കുറേ ഇലകൾ മാത്രം. അയ്യോ സത്യം പറയാം, അത് ചിക്കനൊക്കെ ഒന്നുമില്ല, ഉപ്പും വെറുതെ നമുക്ക് പറ്റില്ല. അപ്പൊ ഞാൻ എൻ്റെ കൂടെ ഭവ്യ ചേച്ചി ഉണ്ടായിരുന്നു, ഭവ്യലക്ഷ്മി ചേച്ചി. ബ്രാഹ്മിൻസ് ആണ് ചേച്ചിയുടെ അമ്മുമ്മയും. അപ്പോൾ ഞങ്ങൾ രണ്ടു കൂട്ടരും എന്ത് ചെയ്യും? അവസാനം PJ ജോസഫ് സാറാണ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി. അപ്പം അദ്ദേഹം കൂടെയാണ് ഞങ്ങളെ കൊണ്ടുപോയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് കുറച്ച് ദൂരെയുണ്ട്. അവിടുന്ന് കുക്കർ എടുപ്പിച്ച് ഞങ്ങൾ കഞ്ഞി വെച്ച് കഴിച്ചു. അന്ന് കഞ്ഞിക്ക് എന്ത് രുചിയായിരുന്നു അല്ലേ? സത്യം, തിരുവോണത്തിൻ്റെ അന്ന് ഞങ്ങൾ കഞ്ഞിയും വെച്ചാറും. പക്ഷെ ആ കഞ്ഞിക്ക് ഏറ്റവും ഈ എന്താ പറയാ, തിരുവോണത്തിന് നമ്മൾ സദ്യ ഉണ്ണുന്നതിനെക്കാട്ടിലും എഫക്റ്റ് ആയിരിക്കും അന്ന് നിങ്ങൾ ആ കഞ്ഞി കുടിച്ചത് അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിലെ ഭക്ഷണത്തിന്റെ വില മനസ്സിലാവും. നമ്മളിവിടെ ഉണ്ടായിക്കൊണ്ട് നോക്കുമ്പോ ഇതേ ഉള്ളോ അതേ ഉള്ളോ. പക്ഷെ നമുക്ക് ഇല്ലാത്തൊരു രാജ്യത്തോട് ചെല്ലുമ്പോഴത്തേക്കാണ് നമ്മൾ അതിന്റെ വില മനസ്സിലാക്കുന്നത് അല്ലേ? ഇപ്പം എവിടെയാ മോള് ക്ലാസ് ഇട്ടേക്കുന്നത്? ഞാൻ ചവറയില്, ചവറ വീട്ടില് തന്നെയാണ്. ഓക്കെ. അപ്പൊ പിള്ളേരെല്ലാം വൈകുന്നേരം അവിടെ വന്ന് പഠിച്ചോളൂ? കൂടെ വന്നിരിക്കും അമ്മയുടെ കൂടെ? ചിലപ്പോഴൊക്കെ വന്നിരുന്നിട്ട് അവൻ എന്നെ കളിയാക്കി ഓരോന്നൊക്കെ കാണിക്കും. വീട്ടില് വേറെ ആരെങ്കിലും കലയോട് താല്പര്യമുള്ള ആരെങ്കിലും? അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മ പക്ഷെ അമ്മയ്ക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അമ്മയുടെ അച്ഛനും അമ്മയൊക്കെ അമ്മയുടെ വളരെ കുഞ്ഞിലേ മരിച്ചു. അപ്പം അമ്മയ്ക്ക് അത് ആഗ്രഹം ഉണ്ടെങ്കിലും പോയി പഠിക്കാനോ പഠിപ്പിക്കാനോ ഒന്നും അങ്ങനെ ആരുമില്ലായിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് മക്കളിൽ കൂടിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്തിട്ടായാലും മക്കളെ അവർക്ക് പഠിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആക്ട്രസ് ആവുന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു. നമുക്ക് അങ്ങനെ ഇൻഡസ്ട്രിയിൽ പരിചയമുള്ള ഒറ്റ മനുഷ്യരില്ല. പിന്നെ ഇതിനായിട്ട് എന്ത് ചെയ്യണം, ഇവിടെ എന്ത് ചെയ്യാൻ, ആരെ അടുത്ത് പോകണം, അങ്ങനെ ഒന്നും അറിയില്ല. ആരും നമ്മളെ ഗൈഡ് ചെയ്യാനില്ല. ഇന്ന പോലെ അത് ശരിക്കും ഇപ്പൊ ഫീൽഡിലായാലും അങ്ങനെയല്ലേ മോളെ? നമ്മൾ ആക്ട്രസ് സിനിമ ഫീൽഡിലായാലും നമ്മളെ ശരിക്കും അത് ചെയ്യണം ഇത് ചെയ്യണം എന്നാലേ ഓഫേഴ്സ് നമുക്ക് അതിനെ ചെയ്യാം. അങ്ങനെ ഒന്നും നമുക്ക് പറഞ്ഞു തരാനും ആരുമില്ല. മോൾ അങ്ങനെ ചെയ്തിട്ടുമില്ല. അതുകൊണ്ടാണ് എനിക്കെല്ലാം ലക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, ദൈവാധീനം. പ്രതീക്ഷിക്കുന്ന ഒന്നും അപ്രതീക്ഷിതമാണ് എല്ലാം. പ്രതീക്ഷിച്ചിരിക്കുന്ന ഒന്നും നടക്കുകയില്ല. അപ്പൊ പിന്നെ ഭയങ്കര എന്നാ പറയാ, സർപ്രൈസസ് ആണ് കൂടുതൽ. അതെ, അപ്പൊ ഞാൻ വിചാരിക്കും വരുന്ന പോലെ വരട്ടെ. പിന്നെ ഒരു പ്രാർത്ഥനയുള്ളൂ, നല്ലത് വരുത്തണേ. വരുന്ന പോലെ വരട്ടെ, പക്ഷെ എല്ലാം നല്ലതായിരിക്കണം. സമാധാനത്തോടെ അല്ലെ? നമുക്ക് ടെൻഷൻ ഒന്നും പിടിക്കാൻ മേല. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഈശ്വരനേത്? ദേവി തന്നെയാണ്. ഞങ്ങളുടെ അടുത്ത തൊട്ട് കൊറ്റക്കുളങ്ങര ദേവി. അപ്പം പണ്ട് സ്കൂളിൽ പോകുന്നതും രാവിലെ പൂവൊക്കെ പറിച്ച് ഇലയിൽ കുമ്പിളൊക്കെ കുത്തി ഇപ്പം ബാഗ് തോളയിലിട്ട് ഇത് അമ്പലത്തിൽ കൊണ്ട് കൊടുത്ത് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പം അതിൻ്റെ തലേ ദിവസമൊക്കെ ഞാൻ ചിലപ്പോൾ അച്ഛൻ്റെ തറവാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ പോയി ആദ്യമേ പൂവൊക്കെ ഉണ്ടോ എന്ന് നോക്കും. പിറ്റേ ദിവസം കൊണ്ട് കൊടുക്കണമല്ലോ ദേവിക്ക്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് വെക്കും. ഒരു ദിവസം മിസ്സായ വിഷമമുണ്ട്. ഓക്കെ മോളെ, ശരിക്കും പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. ഭഗവാന് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളൂ കേട്ടോ. ഈ ശരിക്കും പൂ പറിച്ച് ദേവിക്ക് കൊണ്ടുപോയി കൊടുക്കുക,
ഒരു പഴയൊരു നൊസ്റ്റാൾജിയ വരുന്നു അല്ലേ ശരിക്കും. അങ്ങനെ ഈ സ്കൂളിൽ പോകുമ്പോ കുട്ടികളെ ഇതൊക്കെ നമ്മൾ സിനിമയിലാണ് പിക്ചറൈസേഷൻ ചെയ്ത് നമ്മൾ കൂടുതലും കണ്ടേക്കുന്നത്. റിയൽ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് ശരിക്കും അല്ലേ. അത് മോൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ദേവിയുടെ ഒരു സ്വാധീനം മോളിൽ ഒരുപാടുണ്ട്. തീർച്ചയായും. അതെങ്ങനെ മോക്ക് ഫീൽ ചെയ്തേ? ഒന്ന് ഞാൻ ഈ സ്റ്റേറ്റിലെ ഇൻസിഡന്റ് എനിക്ക് തീരെ വയ്യാഞ്ഞിട്ട് എന്നെ കൊണ്ട് പെർഫോം ചെയ്തു. പിന്നെ ഞങ്ങൾക്കൊരു ആക്സിഡന്റ് പറ്റിയായിരുന്നു ഇടയ്ക്ക്. കുഞ്ഞിലെ 7ായില്ല 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അന്ന് കൊല്ലത്തൊരു സാറിൻ്റെ അടുത്താണ് ഞാൻ ഡാൻസ് പഠിക്കാനായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ക്ലാസ് കഴിഞ്ഞ് അപ്പോൾ അന്ന് അച്ഛനൊരു വണ്ടി ലാമ്പി, പഴയ ലാമ്പിയാണ് അച്ഛൻ്റെ. അപ്പം ഞാനും അച്ഛൻ, അമ്മ, പിന്നെ ചിറ്റപ്പൻ്റെ മോളുണ്ട്, കുഞ്ഞാണ് അവൾ. അപ്പം ഞങ്ങൾ 4 പേരും കൂടി ക്ലാസ് കഴിഞ്ഞ് തറവാട്ടിൽ അച്ഛൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വരുന്ന വഴിക്ക് അവിടെ ഒരു ബ്രിഡ്ജുണ്ട്. അവിടെ വെച്ച് ഒരു ഭിക്ഷക്കാരി കുറുക്കിയാടി. അങ്ങനെ എല്ലാവരും വീണ് അപ്പം അമ്മയ്ക്കൊക്കെ ഒത്തിരി മുറിവൊക്കെ പറ്റി. പക്ഷെ എനിക്ക് ഒരു മുറിവുമില്ല, പക്ഷേ എനിക്ക് ബോധമില്ല. എന്നെ എടുക്കുന്നു, ഞാൻ അതങ്ങനെ വീഴുന്നു. അപ്പോൾ ഉടനെ എടുത്ത് അതേപോലെ തന്നെയാണ് ഈ ഭിക്ഷക്കാരി അവർ അങ്ങനെ. അപ്പോൾ ഒരു ഓട്ടോയ്ക്കകത്ത് ഞങ്ങളെ എല്ലാവരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. പുറമേയൊക്കെ നോക്കി ഒന്നുമില്ല, മുറിവൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ചെവിയിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് വരുന്നുണ്ട്, മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്. അപ്പം ഡോക്ടർ പറഞ്ഞു വൊമിറ്റ് ചെയ്യാണ്ട് നോക്കണം, വൊമിറ്റ് ചെയ്താൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ സ്ത്രീയും വൊമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മ അവരുടെ ഇത് എടുക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയൊക്കെ ഭയങ്കര വിഷമിച്ചിരിക്കുക. അപ്പോൾ എനിക്ക് ബോധം തെളിയുന്നത് എൻ്റെ ദേവീന്ന് വിളിച്ചിട്ടാത്രേ. അപ്പോൾ എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല. അപ്പം പിന്നെ എനിക്കിതൊക്കെ മാറിയപ്പോൾ അമ്മ പറഞ്ഞാണ് എൻ്റെ ദേവീന്ന് വിളിച്ചിട്ടാണ് നീ ഉണർന്നേ. വിശ്വാസം അമ്മയിലേക്കുണ്ട് അല്ലേ. നമുക്കൊരു ആപത്ത് വന്നാൽ നമ്മൾ അമ്മയെന്ന് വിളിക്കുന്നത് പോലെ ദേവി അങ്ങ് വിളിച്ചു. അപ്പൊ ഉള്ളിലേക്ക് മോൾ അത്രയും അമ്മേനെ അങ്ങ് വെച്ചേക്കുക. അപ്പൊ ഇപ്പോഴും അത് തന്നെ ദേവി തന്നെയാണ്. പിന്നെ എല്ലായിടും പള്ളിയിലും ഒക്കെ പോവാറുണ്ട്. പക്ഷെ ഏറ്റവും അടുപ്പം ദേവിയോട് നമ്മുടെ ദുഃഖങ്ങളും സന്തോഷവും പരിഭവവും എല്ലാം ചെന്ന് പറയുന്നത് അല്ലേ. ശരിക്കും പേര് തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അച്ഛൻ അറിഞ്ഞൊക്കെ കൊടുത്ത പേരായിരിക്കും. ദേവി അടുത്തുണ്ട്, ദേവിയുടെ ഒരു കൂട്ടിരുന്നോട്ടെ. ഇട്ട പേരാണേ അമ്പിളി ദേവി. അമ്പിളിന്ന് അമ്മ ഇട്ടു. അപ്പം അപ്പൂപ്പൻ പറഞ്ഞു അമ്പിളി അഞ്ജലി, ചേച്ചിയുടെ പേര് അഞ്ജലി എന്നാണ്. അപ്പം അങ്ങനെ പറഞ്ഞു ഒരു ദേവിയും കൂടി ഇരിക്കട്ടെ. അപ്പം ചേച്ചിക്കും ഉണ്ട് അഞ്ജലി ദേവി, അമ്പിളി ദേവി. ചേച്ചിക്ക് 2 പെൺകുട്ടികൾ, ഒരാൺകുട്ടി. ഞങ്ങളുടെ കുടുംബത്തിലെ ഏക ആൺതരിയാണ്. അല്ല, ഞാൻ ആലോചിച്ചത് അതല്ല. ശരിക്കും അമ്മമാര് വഴക്കുണ്ടാക്കാറുണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ അമ്പിളി വഴക്കുണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് ഞാൻ ആലോചിച്ചത്. പക്ഷെ എന്റെ മുഖം മാറി അവനറിയാം. അതെങ്ങനെ മാറുന്നത്? ഇപ്പം അപ്പോ അത് അബദ്ധത്തിലെങ്ങാണ്ട് അമ്പിളിക്ക് വന്നതാണ്. ഒന്നുകൂടെ പറഞ്ഞേ, ഒറ്റ കുറച്ച് വരേയുള്ളൂ. ഓക്കെ. ഇനിയിപ്പം ഈ പറഞ്ഞ പോലെ അമ്പിളിയുടെ അടുത്ത് ഇന്നത് കാണിച്ചു തരൂ, ഇന്നത് പറഞ്ഞ് എങ്ങനെ ദേഷ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അമ്പിളി കാണിച്ചു തരുമല്ലോ. ഒരു കാര്യം ചെയ്യൂ, ദേഷ്യപ്പെടുന്ന 2-3 എക്സ്പ്രഷൻസ് ഒന്ന് ഫേസിൽ കാണിച്ചു തരൂ ഡാൻസിന്റെ. ഞാൻ മീരയുടെ ദുഃഖത്തിലെ ഒരു ഡയലോഗ് ഞാൻ, പക്ഷെ ദേഷ്യമല്ല, സങ്കടമാണ്. ആയിക്കോട്ടെ. ക്ലൈമാക്സിലെ ഇതാണ്. അപ്പം ഏറ്റവും ഇഷ്ടം ചേട്ടനെയാണ്. അപ്പോൾ ചേട്ടനും ഇങ്ങനെ അമ്മയോടും അച്ഛനോടും പരാതി പറയുക എന്ന് വെച്ചാൽ അപ്പോൾ അതൊക്കെ ഞാൻ കേൾക്കുന്നത് ഇങ്ങനൊരു ഭാരം എനിക്ക് തരണമായിരുന്നു. ആ ലാസ്റ്റ് പോർഷൻ മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ. അപ്പോൾ ഞാനും തെറ്റിദ്ധരിക്കുകയോ അയ്യോ ചേട്ടനും ഞാനൊരു ഭാരമായോ, പിന്നെ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്. അപ്പം ചേട്ടനൊരു നല്ല ലൈഫ് ഞാൻ മരിച്ചാൽ ചിലപ്പോൾ ഒരു നല്ല ലൈഫ് കിട്ടുവാണെങ്കിൽ ആയിക്കോട്ടെ, അങ്ങനെ വിചാരിച്ചിട്ട് വന്നിട്ട് ലെറ്റർ എഴുതി വെച്ചിട്ട് ഭഗവാന്റെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ചെയ്ത് നോക്കാം. ഞാൻ പോവാ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക്. ആരുമില്ല എനിക്ക്, എന്നെ വേണ്ട. ഒരപേക്ഷ മാത്രമേ ഉള്ളൂ. ഞാൻ മരിച്ച എൻ്റെ ഏട്ടന് നല്ലൊരു ജീവിതം കൊടുക്കണം. ഏട്ടനും അശ്വതി ഒരുമിച്ച് ജീവിക്കണം. ഇങ്ങനെയാണെന്ന് തോന്നുന്നു.
അമ്പിളിങ്ങനെ ആകുമ്പോ ഞാനും കൂടെ ഇപ്പൊ കരയുന്നുള്ള ഒരു അവസ്ഥയിലാണ് എന്റെ എക്സ്പ്രഷനും പോകുന്നതെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ ഏയ് ഒരു കുളമില്ലടോ, നന്നായി. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഡയലോഗ് ആലോചിച്ചാന്ന് തോന്നുന്നു പറഞ്ഞത്, ശരിയായി കാണില്ല. അതൊന്നും സാരമില്ല. പക്ഷെ ഞങ്ങൾക്ക് പഴയ ഒരു അമ്പിളിയെ കാണാൻ പറ്റിയില്ലേ. പക്ഷെ നമുക്ക് ഓൺ ദ സ്പോട്ട് വരുന്നത് പിന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കൂ എന്ന് പറഞ്ഞാലും ചിലപ്പോൾ അത് നമുക്ക് പറ്റില്ല. ശരിക്കും അന്നത്തെ ആ സമയത്ത് അധികം സീൻസിലും ഗ്ലിസറിൻ പോലും ഇട്ടിട്ടില്ല. ഇങ്ങനെ ആ ക്യാരക്ടറിന്റെ സിറ്റുവേഷൻ ഒക്കെ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് നമ്മളായി തന്നെ ഇൻവോൾവ് ആയി. ഈ 2 മാസം കണ്ടിന്യൂസ് ഷൂട്ടല്ലേ, ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നിരിക്കുമ്പോഴും പലപ്പോഴും ഞാൻ ഇങ്ങനെ വിഷമിച്ചൊക്കെ, അപ്പൊ ഞാൻ തന്നെ ഇങ്ങനെ ഇരിക്കുന്നത്, അത് കഴിഞ്ഞല്ലോ. ആ മനസ്സിൽ നിന്ന് ആ ഒരു ക്യാരക്ടർ പോയിട്ടില്ല നമ്മുടെ ഉള്ളിലേക്ക്. എന്തായാലും അമ്പിളി ദേവിനെ രണ്ടാമത് നമുക്ക് എന്റെ ഈ ഒരു കുഞ്ഞു അടുക്കളയിൽ കൂടെ കാണാൻ പറ്റിയാലും വളരെ താങ്ക് യു. ഈ സമയത്ത് ഓടി വന്ന് ഞങ്ങളോട് ഇത്രയും വർത്താനം പറഞ്ഞാലും സോ താങ്ക്ഫുൾ. എനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ സിനിമയിലല്ലേ കണ്ടിട്ടുള്ളൂ. അല്ല സംസാരിച്ചിട്ടില്ലല്ലോ, എന്നാലും സംസാരിക്കണ്ടേ. അതുപോലെ ലാലേട്ടൻ, മമ്മൂക്ക, ഇവരൊക്കെ നമ്മൾ ഫിലിമിൽ കാണുമ്പോഴും ഇവരെയൊക്കെ നേരിട്ട് കാണാൻ പറ്റും. അവരൊക്കെ എൻ്റെ സങ്കല്പത്തിൽ ഇതൊക്കെ വേറെ ഏതോ ഒരു ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്, ഇവരൊന്നും നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ചിന്ത. Anyway, thank you മോളെ, thank you very much. സന്തോഷം.